ഹായ് ഗൈസ്, എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ജർമ്മനിയിൽ നമുക്ക് ഇലക്ട്രോണിക്സ് ഐറ്റംസ് എവിടെ നിന്നൊക്കെ വാങ്ങിക്കാം. അതിലൊരു നെയിം ആയിരുന്നു സാറ്റൻ. ഇതാണ് രണ്ടാമത്തെ നെയിം, മീഡിയ മാർക്കറ്റ്. ഇവിടെയും നമുക്ക് ഇലക്ട്രോണിക്സ് ഐറ്റംസ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ മിനി വ്ളോഗിൽ കണ്ടു നോക്കാം, സാറ്റൻ ആണോ ബെസ്റ്റ്, മീഡിയ മാർക്കറ്റ് ആണോ ബെസ്റ്റ്, അതോ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന ഐറ്റംസ് ആണോ ബെസ്റ്റ്. അപ്പൊ ഞാൻ ബെർലിൻ സ്പെൻഡൌലുള്ള മീഡിയ മാർക്കറ്റിലാണ് പോയേട്ടോ. ഇതിന്റെ ടൈമിങ്സ് എന്ന് പറയുമ്പോൾ രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 8 മണി വരെയാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. പക്ഷെ ഞാനൊന്ന് പോയ ദിവസം അവർ 7 മണിക്ക് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനി അന്നത്തെ സ്പെഷ്യാലിറ്റി ആണോ അതോ ടൈമിങ്സ് അവർ മാറ്റിയോ, ഗൂഗിളിൽ അപ്ഡേറ്റഡ് അല്ല. ആരെങ്കിലും പോവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കൺഫേം ചെയ്തിട്ട് പോയിക്കോളൂ കേട്ടോ. ഈ ഫോൺസ് ഇല്ലേ, എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. അറിയില്ല, ഇപ്പോഴും ആൾക്കാർ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓ ബെസ്റ്റ്. പിന്നെ ഈ ബീസോൺ എൻഡിൽ താമസിക്കുന്നവർക്ക് ഒരു അടിപൊളി ഒരു കാര്യമാണ് ഈ സ്കൂട്ടേഴ്സ് ട്ടോ. ഇതിന്റെ റേഞ്ച് വരുന്നത് നമുക്ക് 350 യൂറോസ് പ്ലസ് 500 അല്ലെങ്കിൽ പ്ലസ് ആ റേഞ്ചിൽ കേട്ടോ. എന്തായാലും ഇത് വാങ്ങിക്കുവാണെങ്കിൽ ഇൻഷുറൻസ് എടുത്ത് വെച്ചോളൂ. ആരെങ്കിലും കൊണ്ടുപോയാൽ ഇല്ലെങ്കിൽ നമുക്ക് നയ പൈസ കിട്ടില്ല. പിന്നെ ബെർലിനത്തെ കാര്യം അറിയാലോ, ആൾക്കാര് എപ്പോ വേണമെങ്കിലും അതിനെ ഗായബാക്കും. പിന്നെ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുമ്പോൾ മീഡിയ മാർക്കറ്റ് എന്നല്ല, മീഡിയ മാർക്കറ്റ് എന്നാണ്. നമ്മൾ ഇംഗ്ലീഷ് ആയിട്ട് കുറച്ചും കൂടി യൂസ്ഡ് ആയതുകൊണ്ടാണ് നമുക്കത് കയറി പറഞ്ഞത് മീഡിയ മാർക്കറ്റ് എന്ന്. ഈ റേഡിയോ ആണോ ഇത്, എനിക്കറിയില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയാണെങ്കിൽ കമന്റ് ചെയ്യണേ. ഇപ്പോഴും ഇതൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടോ? ഭയങ്കര കൗതുകമായിട്ട് തോന്നി എനിക്ക് പല കാര്യങ്ങൾ ഇവിടെ കണ്ടപ്പോ. പിന്നെ മോഡേൺ ഗാഡ്ജറ്റ്സിന്റെ അടിപൊളി ഒരു ലോകം തന്നെയാണ്. ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സ്വർഗം. ഇത് കണ്ടില്ലേ, ലാപ്ടോപ്സ് ഒക്കെ, സ്പെഷ്യലി എയർപോഡ്സ്, ഹെഡ്സെറ്റ്സ്, പിന്നെ ഡെസ്ക്ടോപ്പ് മൈക്സ്, അതൊക്കെ കുറെ ഉണ്ട്. ഇത് കണ്ടില്ലേ, മെറ്റന്റെ ക്വസ്റ്റ് അടിപൊളിയാ. മോഡേൺ ഗാഡ്ജറ്റ്സിന്റെ എല്ലാം അടിപൊളി ഒരു ശേഖരം തന്നെ ഉണ്ട്. ഡ്രോൺ ലവേഴ്സിന് എന്തായാലും ഡു ഗോ ആൻഡ് ചെക്ക് ഔട്ട്. പിന്നെ മീഡിയ മാർക്കറ്റ് അല്ല, സാറ്റനിലും സെയിം ഇതൊക്കെ തന്നെയുണ്ട്. പ്രൈസ് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് വാങ്ങിച്ചോളൂ. പിന്നെ നമ്മുടെ വിഷയത്തിലോട്ട് വന്നാല് സാറ്റൻ ആണോ ബെസ്റ്റ്, മീഡിയ മാർക്കറ്റ് ആണോ ബെസ്റ്റ്, അതോ ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഇലക്ട്രോണിക്സ് വാങ്ങിക്കാനാണോ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും ഇന്ത്യയില് ഇലക്ട്രോണിക്സിന് റേറ്റ് കുറവുള്ള പോലെ. അത് നിങ്ങളൊന്ന് കൺഫേം ചെയ്തോളൂ. എന്റെ അനാലിസിസ് ആണ്. മിക്സി ഒക്കെ നമുക്ക് പറ്റിയ മിക്സി ഇവിടെ കിട്ടില്ല. ഇവിടെ സ്മൂത്തീസിന് പറ്റിയ മിക്സി കിട്ടുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുന്ന് സ്റ്റുഡന്റ് വിസയിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് ലാപ്ടോപ്പ്. ഇവിടുത്തെ ക്വേർട്ടി കീബോർഡ് അല്ല കേട്ടോ. ബിക്കോസ് ഇവർക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഐ മീൻ എക്സ്ട്രാ ലെറ്റേഴ്സ് ഉണ്ടല്ലോ, എയും ലോട്ട് യുവും ലോട്ട്, അതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത കീബോർഡ് ആവുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇത്ര ഡിഫിക്കൽട്ട് ആവും. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തും അഡാപ്റ്റ് ചെയ്യും. അതാണല്ലോ നമ്മൾ മലയാളീസ്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ചാओ.